എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു കുഞ്ഞറിവ് നിറഞ്ഞ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലയാളികളുടെ സ്വന്തം ഞൊട്ടാഞ്ഞൊടിയൻ, ഞൊടിഞ്ഞൊട്ട, മുട്ടാമ്പിളി എന്നിങ്ങനെ പല ഗ്രാമങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കുഞ്ഞു സസ്യമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ലിറ്റിൽ ഗൂസ്ബെറി, കേപ്പ് ഗൂസ്ബെറി എന്നൊക്കെ പറയും. ഫിസിയാലിസ് എന്ന ശാസ്ത്രീയ ഗണത്തിൽപ്പെടുന്ന നിരവധി സ്പീഷീസുകളുള്ള ഒരു സസ്യമാണിത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കുഞ്ഞു ഞൊട്ടാഞ്ഞൊടിയൻ ഫിസിയാലിസ് മിനിമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലും മറ്റു പുറനാടുകളിലുമൊക്കെ തന്നെ ഇതിൻ്റെ വലിപ്പത്തിലും ഇലയുടെ ഘടനയുടെ വ്യത്യാസത്തിലുമൊക്കെ തന്നെ ഈ ഫിസിയാലിസ് പഴങ്ങൾ ഏകദേശം 90 ഇനങ്ങളോളം സ്പീഷീസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സമൂലം ഔഷധ സസ്യമാണെന്ന് തന്നെ ഇതിന് പറയാം. ഇത് പണ്ട് പറമ്പുകളിലും റോഡ് സൈഡിലുമൊക്കെ തന്നെ ചുമ്മാ ഒരു കാട്ടുചെടിയായിട്ട് വളർന്നു വന്നിരുന്നൊരു സസ്യമായിരുന്നു. കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് സൗണ്ട് ഉണ്ടാക്കി ഒക്കെ കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റൊക്കെ ഇങ്ങ് കൂടി. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു വന്നപ്പോഴേക്കും സസ്യത്തിൻ്റെ ഡിമാൻഡ് കൂടി. ഒരെണ്ണത്തിന് 15 രൂപ വെച്ചിട്ട് ഇന്ന് ഇന്ത്യയിലും വിദേശത്തും വൻ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇത് വിപണിയിലുണ്ട്. ന്യൂട്രീഷണൽ ആൻഡ് മെഡിസിനൽ യൂസസ് ഉള്ള ഈ ഒരു സസ്യം പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണെന്ന് പറയാം. വൈറ്റമിൻ എ, സി, കാൽസ്യം, ഫോസ്ഫറസ് എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കായയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് പച്ച നിറത്തിലുള്ള കായാണെങ്കിൽ അതിനൊരു കയ്പും പുളിരസവും ഒക്കെ ആയിരിക്കും. പഴുത്ത് കഴിഞ്ഞാലും ഈ ഒരു ചെറിയ പുളിരസം ഉണ്ടായിരിക്കും, എന്നാലും ചെറിയ മധുരവുമൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. നമുക്കിതിൻ്റെ കുറിച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പറമ്പിലൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞിരുന്ന ഈ ഒരു കുഞ്ഞു സസ്യത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഞെട്ടലുണ്ടാവും. ഇത് കാൽസ്യത്തിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോൺ ഇഷ്യൂസ്, അതായത് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് സഹായിക്കും. റെഗുലർ ഡൈജഷന് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. നമുക്ക് മലബന്ധം പോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ബവൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് പരിഹരിക്കും. അതുപോലെ സ്റ്റൊമക്ക് അൾസർ, ആമാശയത്തിലെ അൾസർ, അതിനൊക്കെ തന്നെ ഒരു പ്രതിരോധം തീർക്കാൻ ഇത് സഹായിക്കും. നെക്സ്റ്റ് ഇതിന് ഇൻഫെക്ഷനൊക്കെ എഗെയിൻസ്റ്റാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫങ്ഷനുണ്ട്. പെയിൻ റിലീഫിങ് സഹായിക്കുന്നു. അതായത് ഇയർ ഇൻഫെക്ഷനൊക്കെ വരുന്ന, ചെവിക്കകത്ത് ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇലയുടെ നീര് പിഴിഞ്ഞൊഴിച്ചാൽ അത് മാറുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ കാറ്ററാക്റ്റ്, തിമിരത്തിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം, പിന്നെ അത് ആറിയതിന് ശേഷം കണ്ണിലിങ്ങനെ ഒഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നില്ലേ? ഈ ഒരു കുഞ്ഞു സസ്യം കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന്. അതുപോലെ തന്നെ വൂണ്ട് റിക്കവറി, മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിയുന്നതിനും മാറുന്നതിനും ഒക്കെ സഹായിക്കും. കൊളസ്ട്രോൾ മാനേജ്മെൻറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ, കാരണം ഇത് ഒരുപാട് ഫൈബർ, നാര് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ മെൻസ്ട്രുവേഷൻ, അതായത് ആർത്തവ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരത്തിനുമൊക്കെ തന്നെ ഈ ഒരു കുഞ്ഞു ഫ്രൂട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഡയബറ്റിക് ആയിട്ടുള്ളവർ, പ്രമേഹ രോഗമുള്ളവർക്ക് അത് കുറയ്ക്കാനും ഈ ഒരു ഫ്രൂട്ട് സഹായിക്കുന്നു. അപ്പം ഈ ഒരു ഗൂസ്ബെറി ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള റെസിപ്പീസ്, നമ്മൾ ഫുഡ് പ്രിപ്പറേഷനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പഴുത്ത ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ഉത്തമമാണ്. ശരിക്കും ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ ഈ ഫ്രൂട്ട് സഹായിക്കുമെന്ന് ഉറപ്പായും പറയാം. നമ്മുടെ പറമ്പുകളിലൊക്കെ ഈ സസ്യം നിൽക്കുന്നത് കണ്ടാൽ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ ശ്രമിക്കുക. ഈ കുഞ്ഞു സസ്യം നിസ്സാരക്കാരനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അറിവുകൾ നിങ്ങളെത്തിക്കാൻ ഞാൻ ശ്രമിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.